പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഗുരുദേവനും കോലത്തുകരയും. ഇന്ന് നമ്മൾ പണത്തിന് അയിത്തമില്ല എന്ന വിഷയത്തിന്മേലാണ് സംസാരിക്കുന്നത്. കോലത്തുകരയിലെ ഭദ്രകാളി ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തായി ഒരു കുളവും കാവും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന് സമീപത്തായി ഒരു ഓട്ടുപുരയും സ്ഥിതി ചെയ്തിരുന്നു. അതിനോട് അനുബന്ധമായി കുറേ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ ഏറിയ ഭാഗവും ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുപ്രമാണിമാരാണ് കൈയടക്കി വച്ചിരുന്നത്. അജ്ഞതയാലും അസ്വാതന്ത്ര്യത്താലും കഷ്ടപ്പെടുന്ന പാവങ്ങൾ ഈശ്വരകോപത്താൽ ജനിച്ചവരാണെന്നും അവർ ഒരു സമൂഹത്തെ വിശ്വസിച്ചു പോന്നു. അവരുടെ അജ്ഞത പല രീതിയിലും ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ വിശ്വാസം, ജോലി, വിദ്യാഭ്യാസം, ആരാധന എന്നിങ്ങനെ പല രീതിയിലും. അവിടെ അടുത്തായി തൃപ്പാദപുരം ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അവിടുത്തെ പ്രതിഷ്ഠ എന്താണെന്നോ ആരാധനാക്രമം എന്തെന്നോ ഒന്നും തന്നെ കോലത്തുകരയിലുള്ള ആ പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവർ പട്ടിണിയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കടന്നു പോകുമ്പോഴും ഉണ്ടാക്കുന്ന പണം അവിടെ ക്ഷേത്രത്തിൽ കാണിക്കയായി കൊണ്ടുവയ്ക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഒരു പരിധിക്കകലെ ഒരു സ്ഥലം നിശ്ചയിച്ചിരുന്നു. അവിടെയാണ് അത് സമർപ്പിച്ചിരുന്നത്. ഈ പണത്തിനാണെങ്കിലോ യാതൊരു അയിത്തവും ഉണ്ടായിരുന്നില്ല. ദൂരത്തു നിന്ന് ശാന്തിമാർ എറിഞ്ഞു കൊടുക്കുന്ന പ്രസാദമാണ് അവർ സ്വീകരിച്ചിരുന്നത്. തൃപ്പാദപുരം ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ഇത് മനസ്സിലാക്കിയ സ്വാമി തൃപ്പാദങ്ങൾ ഈ പാവപ്പെട്ട കോലത്തുകര നിവാസികൾക്ക് സദ്ദേവനെ പൂജിക്കുന്നതിന് ഒരു ക്ഷേത്രം വേണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അതിൻ്റെ തുടക്കമായി തൃപ്പാദങ്ങൾ അവർക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങൾ അവരുടെ അധീനതയിൽ കൊണ്ടുവരികയും സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. നമുക്ക് നോക്കാം, എന്താണ് സമ്പത്ത്? പണത്തിന് പുറകെ പോകുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. സാധാരണ മനുഷ്യർക്കിടയിൽ മാത്രമല്ല, ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാലയങ്ങളിലും ദൈവത്തെ അറിയുന്ന ആശ്രമങ്ങളിൽ പോലും ഈ സ്ഥിതിവിശേഷമാണ് ഉള്ളത്. സമ്പത്ത് നമുക്ക് മുക്തി നൽകുന്നതായിരിക്കണം, ആനന്ദം നൽകുന്നതായിരിക്കണം. ബന്ധങ്ങളിലും ബന്ധനങ്ങളിലും പെട്ട് ദുഃഖത്തെ നൽകുന്നതാവരുത്. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഗുരുദേവനും കോലത്തുകരയും എന്ന വിഷയത്തിന്മേൽ ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ തുടർച്ച നമുക്ക് അടുത്ത ദിവസം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.